ലാലേട്ടൻ ബേബി ഹൗസിലേക്ക് പോയിരിക്കുന്നത് അനീഷിനെയും അനുമോളെയും കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ബിഗ് ബോസിനോട് സംസാരിച്ചു. ബിഗ് ബോസ് അനുമോളോടും അനീഷിനോടും മറ്റുള്ള എല്ലാ ഹൗസ്മേറ്റ്സിനോടും ലാലേട്ടനും വേണ്ടി സംസാരിക്കുകയായിരുന്നു. 100 ദിവസമായി നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഉണരുന്നതും ഉറങ്ങുന്നതുമെല്ലാം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ കാണിക്കുമ്പോൾ നിങ്ങളെ ഞാൻ ശാസിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ ട്രോളിക്കൊണ്ടും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 100ാം ദിനത്തിൽ ഞാൻ ഇവിടെ നിന്ന് മായുകയാണ്. ഇതോടുകൂടി നിങ്ങൾ ഇനി എൻ്റെ ശബ്ദം കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് സൈലന്റ് ആവുകയായിരുന്നു. അങ്ങനെ ലാലേട്ടൻ രണ്ടുപേരുടെയും കൈകൾ പിടിച്ചുകൊണ്ട് ബേബി ഹൗസിൽ നിന്ന് പടിയിറങ്ങി. രണ്ടുപേരും വളരെ മാസായി തന്നെയാണ് ഇറങ്ങിയിരുന്നത്. പ്രധാന വാതിലിന്റെ അവിടെ എത്തിയ ശേഷം ബിഗ് ബോസിനോട് ലാലേട്ടൻ പറഞ്ഞു, ഇത്രയും നാൾ അനീഷിന്റെ സുപ്രഭാതവുമാണ് ബിഗ് ബോസ് കേട്ടിരുന്നത്. അവസാനമായി ഒരു ശുഭരാത്രി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞത് പ്രകാരം അനീഷും അനുമോളും ശുഭരാത്രി നേർന്നു. ലാലേട്ടൻ ബിഗ് ബോസിനോട് ഗുഡ് നൈറ്റ് പറയുകയും ചെയ്തു. എന്നിട്ട് ലൈറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞപ്പോൾ ലിവിംഗ് റൂമിലെ ഓരോ ലൈറ്റുകളായി അണയുവാൻ തുടങ്ങി. അവർ പ്രധാന വാതിലേക്ക് കടക്കുന്ന തൊട്ടു മുന്നേ തന്നെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ഇരുട്ടായിരിക്കുന്നു. മുഴുവൻ ലൈറ്റുകളും അണഞ്ഞു. ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഈ വീട് വെറും ഓർമ്മ മാത്രമായിരിക്കും. അങ്ങനെ രണ്ടുപേരുടെയും കൈകൾ പിടിച്ചുകൊണ്ട് ലാലേട്ടൻ സ്റ്റേജിലേക്ക് അവരെ കൊണ്ടുവന്നു.